ടിവി ഉടമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ സിബിഐ ഇഡി അന്വേഷണം ആവശ്യപ്പെട്ട് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ്. സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നതിലും അസ്വാഭാവികതയുണ്ട്. അഗസ്റ്റിൻ സഹോദരന്മാരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് CPM എന്നും സാബു ആരോപിച്ചു. റിപ്പോർട്ടർ ടിവിയുടെ പ്രവർത്തനത്തിന് നിലവിലുള്ളത് ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ലൈസൻസാണ്. എന്നാൽ ലൈസൻസ് ഉടമകളുടെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് സാബു എം ജേക്കബ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ്, സുരക്ഷാ ക്ലിയറൻസ് പോലുമില്ലാതെ ഈ ചാനൽ നടത്തിപ്പിന് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഈ 2 വർഷം ഇവർക്ക് പ്രവർത്തിക്കാനായിട്ട് ഇങ്ങനെ ഒരു അനുവാദം കിട്ടിയത്, എങ്ങനെ അവർ പ്രവർത്തിച്ചു എന്നുള്ളത് CBIയും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് അന്വേഷിക്കേണ്ട ഗുരുതരമായ ഒരു കുറ്റമാണ്. നിലവിൽ റിപ്പോർട്ടർ ടിവിയുടെ ഉടമകളെന്ന് പറയുന്നവരുടെ ഇടപാടുകൾ ദുരൂഹമാണ്. പല കേസിലും പ്രതികൾ. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് സാബു എം ജേക്കബ് ആവശ്യപ്പെട്ടു. ഈ ആന്റോ അഗസ്റ്റിൻ ബ്രദേഴ്സ് മരമുറി കേസിൽ ജയിലിൽ പോവുകയും ഇപ്പോൾ 2ാം പിണറായി സർക്കാർ വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയുണ്ടായി. ആ ചാനല് പിണറായി സർക്കാർ ചെയ്യുന്ന അഴിമതിയും അവർ ചെയ്യുന്ന വൃത്തികേടുകളും വെള്ളപൂശി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ലൈസൻസ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏപ്രിൽ 2-നകം വിശദീകരണം നൽകാനാണ് ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ഡയറക്ടറായ MV നികേഷ് കുമാറിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുള്ള നിർദ്ദേശം. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചാനലിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് നിയമാനുസൃതമായ തീരുമാനമെടുക്കാം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.